പ്രിയപ്പെട്ടവരെ, സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ആനിവേഴ്സറി പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റായിട്ട് പോവുക എന്നൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഓക്സ്ഫോർഡ് സ്കൂൾ, കോഴിക്കോട്. എൻ്റെ മക്കൾ അവിടെയാണ് പഠിക്കുന്നത്. ടീച്ചേഴ്സിൻ്റെ പേരുകളൊക്കെ നിരന്തരം കുട്ടികൾ പറഞ്ഞ് എനിക്ക് കാണാപ്പാടായി. അനു മാം, ഐഷ മാം, പിന്നെ മോൻ്റെ ക്ലാസ് ടീച്ചർ ബിനി മാം, ജ്യോതി മാം എന്നൊക്കെ പറയാം, അനസ് സാറ്, മാത്രമല്ല എല്ലാ ടീച്ചേഴ്സും ഒന്നിനൊന്നും മെച്ചം. പാരൻസിനോട് സംസാരിച്ചു, അരമണിക്കൂർ, കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. സ്കൂളിലെ കുറേ കാര്യങ്ങൾ പാരൻസ് ഇങ്ങോട്ട് പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ഞാനും പറഞ്ഞു. അങ്ങനെ ഗംഭീരമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. വളരെ ആക്റ്റീവായിട്ടുള്ള പാരൻസും ടീച്ചേഴ്സും. ഈ പ്രിൻസിപ്പൽമാരുടെ അസുഖമായിരിക്കും കുട്ടികൾക്ക് പകരം. ഇദ്ദേഹത്തിന് എഴുതുന്ന ഒരു അസുഖമുണ്ട്, അത് പകർന്നു 100ഓളം കുട്ടികൾ. അതിനൊരു കയ്യടി കൊടുക്കണം കേട്ടോ. അത് അല്ലേ, ഗ്രേറ്റ്. പിന്നെ അനസാറിനെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ അവിടെ ചേർത്തത്. ജ്യോതി മാം, അനു മാം, ഐഷ മാം എന്ന് പറഞ്ഞ എൻ്റെ മോളിങ്ങനെ നിരന്തരം പറയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അതായത് 2ഓ 3ഓ പേരെ വെച്ച് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാലോ. അപ്പോൾ 20ഉം 30ഉം പേരെ ടീച്ചേഴ്സ്, എൻ്റെ വൈഫൊക്കെ എന്നും പറയും, എങ്ങനെയാണ് അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് എൻ്റെ മോളെ കുറിച്ചേ. അത് അവർ തന്നെയാണ്. അവർക്ക് നമുക്കൊരു ഇപ്പം അടിച്ചതിനൊക്കെ ഗംഭീരമായിട്ടൊരു കയ്യടി കൊടുത്താലോ. അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാരൻ്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. അനുഭവങ്ങൾ കൊടുക്കുക. നോ ഒരു അനുഭവമാണ്, ദേഷ്യം അനുഭവമാണ്, നല്ല ഭക്ഷണം അനുഭവമാണ്, പട്ടിണി അനുഭവമാണ്, നോ അനുഭവമാണ്, യെസ് അനുഭവമാണ്, നിഷേധങ്ങൾ അനുഭവമാണ്. ചിലതൊക്കെ കിട്ടണം. ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പിന്നെ വാശി പിടിച്ച് നിലത്ത് കിടന്ന് കരയുന്ന ഒരു കുട്ടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് കരഞ്ഞോട്ടെ എന്ന് വിചാരിക്കണം. അത് പറ്റണം. ഹൈലൈറ്റ് മാളിൽ കിടന്നോട്ടെ. ചിലവരങ്ങനെ, എൻ്റെ മോൻ അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു. അവൻ ആദ്യം ഇങ്ങനെ തോണ്ടു വൈഫിന്, ബോള്. അപ്പോൾ അവൾ പറയും ഇല്ല, പിന്നെ ബോള് ഇല്ലടാ. പിന്നെ അവനവിടെ ഇരിക്കും, പിന്നെ അവനവിടെ കിടക്കും, കിടന്നിട്ട് ഇങ്ങനെ അടിക്കും. അതിൻ്റെ ഇടയിൽ നാട്ടുകാരെന്ന് പറഞ്ഞ ഒരാളെ ഇടപെടും. എന്ത് പറ്റി? ബോള് വാങ്ങിച്ചു കൊടുത്തൂടെ? അയാൾക്ക് വല്ല ചിലവുണ്ടോ? ഇല്ല. നാട്ടുകാരുടെ ചിലവിലല്ല നമ്മൾ മക്കളെ വളർത്തുന്നതെന്നുള്ളത് ഉറപ്പിച്ച് വെക്കണം, അല്ലേ? ആ നോ, അവിടെ കുട്ടി കിടക്കുകയാണെങ്കിൽ കുട്ടിയോട് പറ, അവിടെ കിടന്നോട്ടാ, ഉമ്മച്ചി പോട്ടെ, ബൈ എന്ന് പറഞ്ഞ് പോയാൽ എന്താ അവിടെ സംഭവിക്കുക? നിങ്ങൾ തന്നെ പറ. തിരിച്ചു വരും. അവ കുറച്ചു നേരം കരയും, ഇങ്ങനെ വരും. അത്രയേ ഉള്ളൂ. അനുഭവങ്ങൾ കൊടുക്കുക. ഓക്സ്ഫോർഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റൊന്ന് പറയുമോ? ഒരു സ്കൂളിലും ഇത്ര തോന്നെ പബ്ലിക് സ്പീക്കിംഗ് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പബ്ലിക് സ്പീക്കിംഗ് അതൊരു സ്കൂളിൻ്റെ ടാലൻ്റാണ്. മോന് കുറച്ചും കൂടിയും ഇൻട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അവർ പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാണ്. പിന്നെ ഇവിടുത്തെ ഫുഡ് പറയുകയാണെങ്കിൽ ഭയങ്കര നല്ല ഫുഡാണ്. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനും അപ്രീഷിയേറ്റ് ചെയ്യാണ്. മനസ്സിലുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പറയാന്നുള്ളതാണ്. അത് തന്നെയാണ് അധ്യാപകർക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷനും. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും വലിയൊരു സംഗതി, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് വരുന്ന നമ്മുടെ 100 കുട്ടികൾ 100. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാറിന് എഴുത്തിൻ്റെ ഒരു അസുഖമുണ്ട്. വേറൊരു സ്കൂളിൽ പോയപ്പോൾ 75 കുട്ടികൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നു. കാരണം പ്രിൻസിപ്പൽ ഡാൻസറാണ്. അപ്പോൾ എന്താണോ അസുഖം അത് പകരുന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ അസുഖം നമ്മളൊക്കെ ഭാഗ്യത്തിന് നല്ലൊരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ കുട്ടികൾ എഴുതിയിട്ടുണ്ടോ? 100 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് പുറകിൽ ഇംഗ്ലീഷ് HOD ഇല്ലേ ഒരു മാഡം, തബ്ഷീറ മാഡം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിനന്ദിച്ചുകൊണ്ട് നിർത്താം. ഓക്സ്ഫോർഡ് സ്കൂളിന് എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു.